സിനിമാ സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ നാസർ ഇരുമ്പിളിയത്തിന്റെ കവിതാ സമാഹാരം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറങ്ങി. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തുളസിയും മൈലാഞ്ചിയും തനിനിറം വെളിവാക്കുമ്പോൾ എന്ന കവിതയുടെ തലക്കെട്ടാണ് കവിതാ സമാഹാരത്തിനും നൽകിയിരിക്കുന്നത്. അങ്ങനെ തുളസിച്ചെടിയും ആൽമരവും ഹിന്ദുവായി, ഈന്തപ്പനയും മൈലാഞ്ചിച്ചെടിയും മുസ്ലിമുമായി, ആനയും പശുവും ഹൈന്ദവനായപ്പോൾ ആടും പോത്തും മുസൽമാനായി. തുളസിയും മൈലാഞ്ചിയും തനിനിറം വെളിവാക്കുമ്പോൾ എന്ന എൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കവിതയാണത്. ഞാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഓരോ അടയാളങ്ങളെയും തൻ്റേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെ പറ്റി എൻ്റേതായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആരും ആരുടെയും നിറമോ കലമോ ഒന്നും ആരുടേതുമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത കൊണ്ട് ശ്രമിച്ചിട്ടുള്ളത്. കാക്കയും പരുന്തും ഹിന്ദുവാകും, പ്രാവും അബാബിലും മുസ്ലിം. നക്ഷത്രവും അമ്പിളിക്കലയും ഇസ്ലാമായപ്പോൾ മേഘവും സൂര്യഭഗവാനും ഹിന്ദുവിൽ ചേർന്നു. പടിഞ്ഞാറ് ഇസ്ലാമായാൽ തെക്ക് ഹിന്ദു തന്നെ. കുളം ഹിന്ദുവായി, പുഴ മുസ്ലിമും. ബിരിയാണി മുസ്ലിം, സദ്യ ഹിന്ദു. ഇനി ഈ ആകാശവും ഭൂമിയും വെള്ളവും വെളിച്ചവും കാറ്റും കടലും എപ്പോഴാണാവോ തനിനിറം വെളിവാക്കുന്നത്. 62 കവിതകളാണ് ഇതിലുള്ളത്. ഈ കാലത്തിൻ്റെ അടയാളമാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് പറയാനുള്ളത്.